ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ യൂറോപ്പിൽ പോയി വന്നിട്ട് 1.5 മാസം കഴിഞ്ഞെങ്കിലും കുറേ വീഡിയോസൊക്കെ ഇട്ടെന്ന് പറഞ്ഞെന്നാലും എൻ്റെ പൊന്നെ അവിടെ കണ്ട മഹാത്ഭുതങ്ങളൊന്നും പറഞ്ഞു തീർത്തില്ല കേട്ടോ. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട്. എൻ്റെ പൊന്നെ, 632 വർഷങ്ങളെടുത്ത് പണി കഴിപ്പിച്ച ഒരു പള്ളി കണ്ടോ? വാവ് 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 എന്നല്ലാതെ വേറൊന്നും പറയാനായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്കും ഞാൻ സ്റ്റണ്ണടിച്ചു പോയി. 13th സെഞ്ച്വറിയിൽ ഇമാതിരി ഒരു ഡിസൈൻ ചെയ്ത ആർക്കിടെക്റ്റിനെ അഭിനന്ദിച്ചേ മതിയാകും. ഇത് ജർമ്മനിയിലെ കൊളോണിലുള്ള ഒരു കാത്തലിക് ചർച്ചാണ്. ഇത് ലോകത്തിലേക്കും വെച്ച് ഏറ്റവും പൊക്കം കൂടിയ ട്വിൻ സ്പയർഡ് അല്ലെങ്കിൽ 2 ശിഖരങ്ങളുള്ള ഒരു കത്തീഡ്രലാണ്. ഈ കത്തീഡ്രലിന് 157 മീറ്റർ പൊക്കമുണ്ട്. ഈ കത്തീഡ്രലിൻ്റെ പണി ആരംഭിച്ചത് 1248-ലാണ്. 632 വർഷങ്ങളെടുത്ത് 1880-ലാണ് പണി പൂർത്തിയാക്കിയത്. എന്നാ പടുകൂറ്റൻ ചർച്ചാണെന്ന് നോക്കിക്കേ. ശരിക്കും പറഞ്ഞാൽ ഈ കത്തീഡ്രൽ യൂറോപ്പിൻ്റെ ഒരു മാസ്റ്റർ പീസ് തന്നെയാണ്. ഈ കത്തീഡ്രൽ മോഡേൺ യൂറോപ്പിൻ്റെ ശക്തിയുടെയും പ്രതാപത്തിൻ്റെയും മിഡീവൽ ആർക്കിടെക്ചറിൻ്റെയും അതിനും ഉപരിയായി പേരുറച്ച അവരുടെ ക്രിസ്ത്യൻ ബിലീഫിൻ്റെയും സാക്ഷ്യം എന്ന പോലെ ഈ പടുകൂറ്റൻ കത്തീഡ്രൽ അങ്ങനെ തല ഉയർത്തി നിൽക്കുന്നത് കണ്ടപ്പോൾ ശരിക്കും രോമാഞ്ചമുണ്ടായി. ഇത്രയും പൊക്കമേറിയ ബിൽഡിംഗ് ആയതുകൊണ്ട് വേൾഡ് വാർ 2-ൽ ഈ ബിൽഡിങ്ങിനെ സ്പോട്ട് ചെയ്യാനായിട്ട് വളരെ ഈസി ആയിരുന്നു. അങ്ങനെ വേൾഡ് വാർ 2-ൽ കൊളോൺ ചർച്ചിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ തകർക്കപ്പെട്ടെങ്കിലും അതെല്ലാം റിപ്പയർ ചെയ്ത് ആ കത്തീഡ്രലിൻ്റെ പരിപാവനത കാത്തു സൂക്ഷിക്കുന്നു. ഈ കത്തീഡ്രലിൻ്റെ മെയിൻ എൻട്രൻസ് കണ്ടോ? അപ്പോസ്തലന്മാരുടെയും വിശുദ്ധന്മാരുടെയും ഒക്കെ സ്കൾപ്ചേഴ്സ് അതിമനോഹരമായി കൊത്തിവെച്ചിരിക്കുകയാണ്. അല്ലേലും ഈ യൂറോപ്യൻസ് മാർബിളിൽ കൊത്താനായിട്ട് ഭയങ്കര മിടുക്കുള്ളവരാണ്. നമ്മുടെ മൈക്കലാഞ്ചലോയും ലിയോനാർഡ് ഡാവിഞ്ചിയും ഒക്കെ പ്രസിദ്ധിയാർജിച്ച ശില്പകാരന്മാരാണ്. ബൈബിൾ ചരിത്രങ്ങളെല്ലാം ചിത്രകലയിലൂടെ കൊത്തിവെച്ചിരിക്കുകയാണ്. ആ ചിത്രങ്ങളിലേക്കെല്ലാം നോക്കിയാൽ ബൈബിളിലെ കഥകളെല്ലാം നമ്മൾക്ക് ഓർമ്മ വരും. എൻ്റെ പൊന്നെ, ഇതൊന്നുമല്ല. ദേവാലയത്തിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറിയാൽ നമ്മൾ ശരിക്കും അത്ഭുത സപ്തരായി പോകും. ശരിക്കും ഒരു മാജിക്കൽ മാസ്മരികത തന്നെ. ശരിക്കും ഞാൻ ഈ പള്ളിക്കകത്തോട്ട് കയറി വന്നിട്ട്, നമ്മൾ സാധാരണ പള്ളിയിലൊക്കെ പോയെന്നാൽ പ്രാർത്ഥിക്കുകയാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്തോട്ട് കയറി ചെന്നിട്ട് ഈ പള്ളിയുടെ ഭംഗിയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ശരിക്കും ഞാൻ എവിടെയാണ് നിൽക്കുന്നത്, എന്തുവാ ഇതെന്ന് അങ്ങനെ അങ്ങ് നോക്കി നിന്നുപോയി. ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞ പിന്നെയാണ് എനിക്ക് കണ്ണടച്ചൊന്ന് പ്രാർത്ഥിക്കാനായിട്ട് തോന്നിയെന്നുള്ളതാണ് വാസ്തവം. ഇങ്ങനെയൊക്കെ ഒന്ന് കാണാനായിട്ടുള്ള ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാഭാഗ്യം തന്നെയാണ്. ശരിക്കും ഒരു മാജിക്കൽ മാസ്മരികത തന്നെയാണ്. നിങ്ങൾ തന്നെ ഒന്ന് നോക്കിക്കേ. ഈ ദേവാലയത്തിൻ്റെ കൂറ്റൻ ആർച്ചുകളും സീലിങ്സും ഒക്കെ ഒന്ന് കണ്ടോളൂ. നമ്മൾ കയറി വരുന്നത് 144 മീറ്റേഴ്സ് നീളമുള്ളതും 43.35 മീറ്റേഴ്സ് ഹൈറ്റിൽ സീലിംഗ് ഉള്ളതുമായ ഹാളിലേക്കാണ്. ഈ ചർച്ചിനുള്ളിലുള്ള ധാരാളം വിൻഡോസും അതുപോലെ പെയിൻറ്റഡ് ഗ്ലാസ് വിൻഡോസും ഒക്കെ ധാരാളം സൂര്യപ്രകാശത്തിനെ കടത്തിവിടുന്നതിനാൽ ഈ ദേവാലയത്തിനൊരു അപാര ഭംഗി തന്നെയാണ്. അതിൻ്റെ കൂട്ടത്തിൽ നീളമുള്ള മുളങ്കമ്പുകൾ അടുക്കി വെച്ചതുപോലത്തെ ഉരുണ്ട മാർബിൾ തൂണുകളുടെ ഒരു ഭംഗി കണ്ടോ? വാവ്! ഇത്രയും മേനിയോടെ ഇങ്ങനെയൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് കണ്ടിട്ട് ശരിക്കും പറഞ്ഞെന്നാൽ കുളിര് കോരിയിട്ടു. എന്നാ സ്മൂത്തായിട്ടാണെന്നറിയാം ഉണ്ടാക്കിയിരിക്കുന്നത്. അത് കല്ലിൽ കൊത്തിയാണ് അന്ന് ഉണ്ടാക്കിയെന്ന് ഓർത്തോണം. എനിക്ക് ശരിക്കും വിവരിക്കാനൊന്നും അറിയത്തില്ല കേട്ടോ. നിങ്ങൾ തന്നെ ഒന്ന് കണ്ടോളൂ. ആ കാണുന്ന ബ്രോൺസ് അൾത്താര 1960-ൽ ഉണ്ടാക്കിയതാണ്. എന്നാൽ അൾത്താരയ്ക്ക് പുറകിലുള്ള കൊയർ സ്റ്റാൾസ് 1308-ൽ ഉണ്ടാക്കിയതാണ്. 104 പേർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ അവിടെയുണ്ട്. ഈ ദേവാലയം 3 കിങ്സിനായി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ചർച്ചാണ്. 3 രാജാക്കന്മാരുടെയും അസ്ഥിയും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. എനിവേ, ഈ ചർച്ചിൽ വരാനും ഇതൊക്കെ കാണാനുമുള്ള ഭാഗ്യം ലഭിച്ചല്ലോ എന്ന സന്തോഷമാണ് എനിക്ക്. ഈ ദേവാലയത്തിൻ്റെ തൊട്ടടുത്താണ് ലവ്ലോക്ക് ബ്രിഡ്ജ്. വേൾഡ് വാർ 2-ൽ ഈ ദേവാലയത്തിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ നഷ്ടപ്പെട്ടപ്പോഴും ലവ്ലോക്ക് ബ്രിഡ്ജിന് ഒന്നും സംഭവിച്ചില്ല. അതാണ് ഇന്നും അനേകം പേർ ഈ ബ്രിഡ്ജിൽ തങ്ങളുടെ പ്രേമം ഒരു താഴിട്ട് പൂട്ടിയിട്ട് കീയെടുത്ത് ദൂരോട്ട് കളയുന്നത്. എനിവേ, ജർമ്മനിയിൽ വന്നത് ഒട്ടും നഷ്ടമായില്ല.